അപ്പോൾ കഷ്ടകാലം നമ്മളെല്ലാം കടന്നു പോകേണ്ടത്. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് പ്രത്യേക ഉപദേശം കൊടുത്തു. സ്തോത്രം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അല്ലേ? 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെട്ടോ. ലോകം വെച്ച് നീട്ടുന്ന സകല കഷ്ടങ്ങളിലും ഞാൻ ജയമെടുക്കും. ആ ജയം നിങ്ങൾക്കുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മുൻകൂട്ടി പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പുത്രനെങ്കിലും താൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണെന്ന് ആലോചിച്ചു നോക്കിയേ. അല്ലെ, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. അങ്ങനെ ഒരു സഹായി ഉണ്ടെന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഇനി കഷ്ടം എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ വയ്ക്കരുത്. കഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യണം? സ്തോത്രം പറഞ്ഞോണം. കാരണം എന്താ? സഹായിക്കാൻ ഒരുവൻ എൻ്റെ സമീപമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ 16-ാം അധ്യായത്തിൻ്റെ അകത്ത് അവസാന ഭാഗത്തിൽ കർത്താവ് അങ്ങനെ പറയുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ. ഈ കഷ്ടമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത്? ഇടറിപ്പോകരുത്. സ്തോത്രം. ഞാൻ കൂടെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇടറിപ്പോകരുത്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ ഇടറരുത്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുന്നോട്ടാണ്. വിശ്വാസത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല. സ്തോത്രം. 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഹൃദയം കലങ്ങത്തക്കവണ്ണം, മനസ്സ് കലങ്ങത്തക്കവണ്ണം വിഷയങ്ങൾ വരും. കർത്താവ് മുന്നമേ നമുക്ക് വരുന്നതിന് മുമ്പേ പറഞ്ഞു തന്നിരിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീടുണ്ടാക്കാൻ പോവുക. സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഞാൻ വീടെല്ലാം ഉണ്ടാക്കി തീർത്താൽ ഞാൻ പിന്നെയും വരും. എന്നിട്ട് പിന്നെയും വന്നിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഹല്ലേലൂയ. ദൈവ ഇതിൽ അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കേണ്ടതുള്ളൂ. നമുക്ക് വേണ്ടി നിത്യ വീട് ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ